എന്നെ പ്രതികാരം ചെയ്യാൻ വരുമെന്ന് ചിലപ്പോ അമ്മയ്ക്ക് തോന്നിയായിരിക്കും. എനിക്ക് തോന്നിയതാ, കനകത്തിന് തോന്നുന്നില്ലല്ലോ. ഹലോ, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകും പുതിയ പ്രമോല് നമ്മുടെ ഭവാനി അമ്മൂമ്മയുടെ മാല മോഷ്ടിച്ച കള്ളൻ വീണ്ടും അവരെ തേടി പാറമട വീട്ടിലേക്ക് വരുന്ന ഒരു കിടിലൻ രംഗങ്ങളാണ് മോനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ ഭവാനി അമ്മൂമ്മയും കനകാന്റിയും ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ കള്ളൻ അവിടെ ഫോണിൽ ആരൊക്കെയോ ആയിട്ട് സംസാരിച്ച് നിൽക്കുന്നത് കാണുന്നുണ്ടേ. പിന്നീട് നമ്മുടെ ഭവാനി അമ്മൂമ്മ ദേ എന്റെ മാല മോഷ്ടിച്ച കള്ളൻ എന്നും പറഞ്ഞിട്ട് നമ്മുടെ കനകത്തിന്റെ കയ്യും പിടിച്ചുകൊണ്ട് ഒറ്റ നമ്മുടെ പാറമട വീട്ടിലേക്ക് തിരികെ കേട്ടോ. എന്നിട്ട് ഈ കാര്യങ്ങള് നമ്മുടെ എന്താ പറയാ ലച്ചുവിനോടും ഗൗരിനോടും സിദ്ധുവിനോടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ആദ്യം ഗൗരിയമ്മായി പറയുന്നുണ്ട്, കണ്ടോ ഞാൻ പറഞ്ഞില്ല അവര് പകരം വീട്ടാൻ വരുമെന്ന്. അപ്പൊ ലച്ചു ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ഭവാനി അമ്മൂമ്മയെ. അമ്മൂമ്മയ്ക്ക് തോന്നിയതായിരിക്കും എന്നും പറഞ്ഞിട്ടേ. പിന്നെ നമ്മുടെ സിദ്ധു ആണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് കിളിപോയ രീതിയിൽ ഇങ്ങനെ നിൽക്കുവാണേ, പ്രത്യേകിച്ച് പ്രതികരണമൊന്നും ഇല്ല കേട്ടോ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ദാ വരുന്നു നമ്മുടെ പാറമട വീടിന്റെ ആ ഒരു ഗേറ്റ് മതിലും കടന്നിട്ട് ഉള്ളിലേക്ക് വരികയാണ് ആ കള്ളൻ. അപ്പൊ ഈ വരുന്നത് കണ്ടിട്ട് നമ്മുടെ ലച്ചുവും നമ്മുടെ സിദ്ധുവും ഭവാനി അമ്മൂമ്മ എല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ച് നിൽക്കുന്ന ഒരു രംഗങ്ങളാട്ടോ നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചതേ. എന്തായിരിക്കും കൂട്ടുകാരെ അയക്കയുടെ ലക്ഷ്യം? ഒന്നില്ലെങ്കിൽ വന്നിട്ട് ആ മാല തിരികെ കൊടുത്തിട്ട് മാപ്പ് പറയാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികാരത്തിന് വേണ്ടി നമ്മുടെ ഗൗരിയമ്മായി പറഞ്ഞ പോലെ പ്രതികാരം ഇനിയും ചെയ്യാൻ വേണ്ടി അല്ലേ? കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.